ശ്രീ സതീഷ് വസന്ത്, രാപ്പകലില്ലാത്ത അധ്വാനം, മണിക്കൂറുകളുടെ കണക്ക് വെച്ച് അറ്റൻഡൻസ് രജിസ്റ്ററിൽ ഇങ്ങനെ മാർക്ക് ചെയ്ത് അത് കഴിഞ്ഞ് വീട്ടിൽ പോകുന്ന ഒരു രീതിയല്ല. വലിയ രീതിയിലുള്ള കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഒക്കെയാണ് ആശാവർക്കർമാർ നേരിടുന്നത്. അവരുടെ വളരെ മിനിമം ഒരു ആവശ്യമാണ് 3 കാര്യങ്ങൾ. അതായത് ഓണറേറിയം വർദ്ധിപ്പിക്കുക, പെൻഷൻ സ്കീം ഉണ്ടാക്കുക, വിരമിക്കൽ സമയത്ത് ഒരു തുക തങ്ങൾക്ക് അനുകൂലമായി തരിക എന്നുള്ളത്. എന്തിനാണ് സർക്കാർ ഈ പിടിവാശി കാണിക്കുന്നത്? പിടിവാശി മാത്രമല്ല, പൊതുസമൂഹത്തിന് കണ്ണിൽ പൊടിയിടാനുള്ള തന്ത്രം, ആശാവർക്കർമാരെ അവഹേളിക്കാനുള്ള തന്ത്രം. 40 ദിവസം ആകുകയാണ്. എന്തിനാണ് ഒരു തൊഴിലാളി അനുകൂല സർക്കാർ എന്ന് സ്വയം പറയുന്ന ഈ ഒരു ഇടതുപക്ഷ സർക്കാർ ഇത്തരത്തിലുള്ള പെരുമാറ്റം കാണിക്കുന്നത്? രോഹിണി, ഈ ആശാവർക്കറുടെ സമരം ഇപ്പം 40 ദിവസം കഴിഞ്ഞു വന്നു. രോഹിണി, നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷേ ഒരു കാര്യം എന്ന് വെച്ചാൽ അവർ ആദ്യമായി സമരം ചെയ്യുമ്പോഴത്തേക്ക് അവർ 10 ആവശ്യങ്ങൾ വെച്ചുകൊണ്ടാണ് അവർ സമരത്തിലേക്ക് വന്നത്. അതിൽ 7 ആവശ്യങ്ങളും അംഗീകരിച്ച് കഴിഞ്ഞു രോഹിണി. അതിൽ 3 കാര്യങ്ങൾ മാത്രമേ നമുക്കിനി അംഗീകരിക്കാനുള്ളത്. അവർക്ക് ഈ സമരം ചെയ്യുമ്പോഴത്തേക്ക് അവരെ ഓണറേറിയം പെൻഡിങ് ഉണ്ടായിരുന്നു 3 മാസത്തെ. അതെല്ലാം കൊടുത്തു കഴിഞ്ഞു സർക്കാർ. ഈ സമയത്ത് ഔദാര്യമല്ല, ഞാൻ കുറച്ച് കുടിശ്ശിക കൊടുക്കേണ്ട, അതാണ് പറഞ്ഞത്. അപ്പം ഈ സർക്കാർ അനുഭവപൂർവ്വം അല്ലാന്ന് നിങ്ങൾക്ക് എങ്ങനെ പറയാൻ പറ്റും? അപ്പം നിങ്ങൾ വേറൊന്ന് കേസെന്ന് വെച്ചാൽ, ഈ ആശാവർക്കർമാരെ ഈ ജോലി എന്ന് പറയുന്നത് രോഹിണിക്ക് അറിയാമോ? അവർക്കും അറിയാം, എല്ലാവർക്കും അറിയാവുന്നത് ഇത് കേന്ദ്ര ആവിഷ്കരണ പദ്ധതിയാണ്. ഇത് ആദ്യം ആരാണ് കൊണ്ടുവന്നത്? UPA സർക്കാരാണ് കൊണ്ടുവന്നത്. UPA സർക്കാരിന് കേന്ദ്രത്തിലെ ഈ ആരോഗ്യ കാര്യങ്ങൾ താഴെ സംസ്ഥാനങ്ങൾക്ക് കൊടുക്കാൻ പണമില്ലാതെ വന്നപ്പോഴത്തേക്ക് അവർ കൊണ്ടുവന്ന ഒരു പദ്ധതിയാണ് ഈ ആശ എന്നുള്ള ഒരു ആവിഷ്കരണം. അപ്പം അത് കേന്ദ്ര ആവിഷ്കരണം. അപ്പം പിന്നെ കാലങ്ങളിൽ സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും സംയോജിപ്പിച്ചുകൊണ്ടാണ് ഈ സംവിധാനം കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇതിൽ 60-40 എന്നുള്ള കണക്കിനാണ് വേണ്ടത്. ഇപ്പം അതൊന്നുമില്ല, അതൊന്നും തരണമില്ല. അപ്പോൾ ഇപ്പം നോക്കുന്നു 2023-24 കേന്ദ്ര ആരോഗ്യമന്ത്രിയുടെ ജോയിൻറ്റ് സെക്രട്ടറി അദ്ദേഹം ഇവിടുത്തെ ആരോഗ്യമന്ത്രിയുടെ സെക്രട്ടറിക്ക് എഴുതിയ ഒരു ലെറ്ററുണ്ട് ഒക്ടോബർ മാസത്തിൽ. 2023-24 നമുക്ക് കിട്ടേണ്ട 900 കോടി രൂപ. ആ 900 കോടി രൂപയിൽ 150 കോടി രൂപയുടെ സാധന സാമഗ്രികൾ പോയിട്ട് ബാക്കി 650 കോടി രൂപ നമുക്ക് തരണം. ഈ ബാക്കി ആ പൈസ എന്ന് പറയുന്നത് അത് എഴുത്തള്ളി എന്നാണ് പറയുന്നത്. എങ്ങനെ എഴുത്തള്ളും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. എന്നിട്ട് പറയുന്നത് തന്നതാണെന്ന്. അപ്പം അത് കൃത്യമായി കണക്ക് കൊടുക്കാതെ എഴുതി തള്ളുന്ന കേസുകൾ അതുകൊണ്ടല്ല. അത് മാത്രമല്ല, ഈ കണക്കിലെ പൊള്ളത്തരങ്ങൾ കഴിഞ്ഞ കുറേ ആഴ്ചകളായി നമ്മളിത് ചർച്ച ചെയ്യുമ്പോൾ കേന്ദ്രമെന്ന് പറയുന്നുണ്ട് ഇവർക്കുള്ള ഇൻസെന്റീവ് അടക്കമുള്ള തുക കൈമാറിയിട്ടുണ്ട് എന്നുള്ളത് അടിവരയിട്ട് തന്നെ അന്ന് പറഞ്ഞ കാര്യം. അത് വേണമെങ്കിൽ ലെറ്റർ ഞാൻ അയച്ചു തരാം, രോഹിണിക്ക് അയച്ചു തരാം. ആ ലെറ്റർ ഇപ്പം തന്നെ അയച്ചു തരാം. ഞാൻ ഒരിക്കൽ സമയം തന്നെ ഇപ്പം തന്നെ അയച്ചു തരാം. എൻ്റെ കയ്യിലുണ്ട്. ഞാനൊരു കാര്യം പറയട്ടെ, ഈ പൈസ കുറഞ്ഞിരുന്നാൽ പോലും 2000 രൂപയാണ് കേന്ദ്ര സർക്കാരിൽ നിന്ന് നമുക്ക് തരാനുള്ളത്. ആ സർക്കാരിൻ്റെ ആ പൈസ ഇല്ലെങ്കിൽ പോലും, തന്നിട്ടില്ലെങ്കിൽ പോലും ആശാവർക്കർമാർക്ക് കേരള ഗവൺമെൻറ് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇത് ബഹുമാനപ്പെട്ട നമ്മളെ ഡോക്ടർ മേരി ജോർജിനെ അവർക്കറിയാം. ഇവരെന്ന് വെച്ചാൽ തൊഴിലാളികളല്ല, നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഇറ്റ് ഈസ് എ സർവീസ് സെക്ടർ. ഈ സർവീസ് സെക്ടർ എന്ന് പറയുന്നത് അതിന് ഒരു പരിമിതിയുണ്ട്. പിന്നെ നിങ്ങൾ പറഞ്ഞ പോലെ നമ്മളെ ആശാവർക്കർ നേതാവ് പറഞ്ഞ പോലെ അവർക്ക് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. അത് എല്ലാവരും പരിഗണിക്കുന്നുണ്ട്. നിങ്ങളിന്ന് പറഞ്ഞല്ലോ ഇന്നലെ വീണ ജോർജ് പോയത് പ്രദർശനത്തിനുമല്ല. അവർ ഒരു ആവശ്യത്തിന് പോയപ്പം അതിൻ്റെ കൂടെ നമ്മളെ ആരോഗ്യമന്ത്രിയും കൂടി, കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കണ്ട് ഇവർ ചർച്ച എത്രയും പെട്ടെന്ന് ഇവർ സമരത്തിൽ നിന്ന് പിൻവലിക്കണം, ഇവരെ അവിടെ നിന്ന് മാറ്റണം എന്നുള്ള രീതിയിലാണ് സംസാരിക്കാൻ പറ്റുന്നത്. അതെങ്ങനെയാണ് അത് തിരികെ വന്നത്? എങ്ങനെയാണ്? അല്ല, അങ്ങനെ പോകുന്ന വഴിക്ക് കയറി കാണാനാണോ കേന്ദ്ര ആരോഗ്യമന്ത്രി? അതല്ല, അവർ രണ്ട് ഉദ്ദേശത്തോടു കൂടിയാണ് അവിടെ ഡൽഹിയിൽ പോയത്. ആദ്യം വ്യക്തമാക്കണ്ടേ? തിരുവനന്തപുരം വിമാനത്താവളത്തിൽ 2 ആവശ്യത്തിനാണ് ഞാൻ പോണെന്ന് പറഞ്ഞല്ലോ. ഡൽഹിയിലെത്തിയതിനു ശേഷം തിരുവനന്തപുരത്ത് നിന്ന് യാത്ര തിരിക്കുമ്പോൾ അങ്ങനെ പറയുന്നില്ല. എല്ലാ സ്ഥലത്തും വിളിച്ച പത്രസമ്മേളനം നടത്തി എന്തോ ഇത് പോണത്, അതാണ് ശരി. അതാണ് ശരിയായ നടപടിയല്ല. കൃത്യമായ പത്രസമ്മേളനം നടത്തി നടക്കുന്നുണ്ടല്ലോ യഥേഷ്ടം. അല്ലല്ല, അതൊക്കെ ഞാനൊരു കാര്യം പറയട്ടെ. ഇപ്പം നമുക്ക് ആവശ്യം എന്ന് പറയുന്നത് ഇവര് സമരം, അത് കേന്ദ്ര ഗവൺമെന്റിന്റെ പൈസ നമുക്ക് കിട്ടാണ്ട് ഒന്ന് തന്നാൽ അവർക്കുള്ള ഓണറേറിയം കൂട്ടാം. 2, കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും മറ്റേ സംയുക്തമായി നടത്തി അവർ ഓണറേറിയം ഇപ്പം നമ്മളെ ആശാവർക്കർ പറയുന്നത് കേരളമാണ് ഇത് ഓണറേറിയം തരാനുള്ള ഇത് എവിടെ എഴുതി വെച്ചിട്ടുണ്ടെന്ന് എനിക്കറിഞ്ഞൂടാ. അങ്ങനെ വല്ലതും ഉണ്ടോ എന്ന് അറിഞ്ഞൂടാ. ഉണ്ടെങ്കിൽ അത് പറയണം.
പിന്നെ ഞങ്ങളാണ് ഓണറേറിയം വർദ്ധിപ്പിച്ചത് എന്ന് ഉണ്ടല്ലോ, ആണല്ലോ. ഈ വർധനവ് മാത്രമേ ഉള്ളൂ. അല്ല വർധന ഞാൻ പറഞ്ഞിട്ട് എവിടെയാണ് പോകാൻ ജോഗിനി പറയുന്നത്? ഉമ്മൻചാണ്ടി സർക്കാർ പോയപ്പോഴത്തേക്ക് ഇവർ 600 രൂപയാണ്. അപ്പോൾ ഇവർ പറയുന്നതെന്ന് വെച്ചാൽ നമുക്ക് വല്ലപ്പോഴും ഒരിക്കലൊക്കെ നമുക്ക് ഇത് ജോലി ചെയ്താൽ മതി എന്ന്. ആ ജോലി ചെയ്യുന്ന സമയം മതി, അന്ന് 600 രൂപ ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് വർദ്ധിപ്പിച്ചാലാണ് ഈ ഇതല്ലേ പിണറായി സർക്കാരില്ലേ ഘട്ടം ഘട്ടമായിട്ട് വർദ്ധിപ്പിച്ച് 7000 രൂപയ്ക്ക്. അത് ആരാണ് നിങ്ങളൊന്ന് മനസ്സിലാക്കണം, ആരാണ് എനിക്കത്? അത് ഈ ഉമ്മൻചാണ്ടി പിണറായി സർക്കാരില്ലേ. അപ്പോൾ അത് മനസ്സിലാക്കണം. അപ്പോൾ ഇവർക്ക് കൊടുക്കേണ്ടത് കൊടുക്കും, 100% കൊടുക്കും. ഇപ്പോഴുള്ള സാമ്പത്തിക സ്ഥിതി എന്ന് വെച്ചാൽ വളരെ ദയനീയമാണ്, നിങ്ങൾ മനസ്സിലാക്കണം. എന്നും പറഞ്ഞാൽ അവർക്ക് വേറെ മാസങ്ങളൊന്നുമല്ല, വളരെ നിയറസ്റ്റ് തന്നെ ഇത് അവരെ പ്രശ്നം പരിഹരിക്കും, 100% പരിഹരിക്കും. പരിഹരിച്ചേ പോകാൻ പറ്റുള്ളൂ. ശരി, പക്ഷേ നമ്മുടെ സമരസമിതി അംഗം കൂടിയായ ശ്രീമതി രാജി പറഞ്ഞത് ഈ ചർച്ചയിൽ അവർ ഉന്നയിച്ച 3 കാര്യങ്ങൾ പ്രധാനമായും 7,000-ൽ നിന്ന് 21,000 രൂപയാക്കുകയും പെൻഷൻ സ്കീമും വിരമിക്കൽ ആനുകൂല്യവും ഇതിനെക്കുറിച്ച് മിണ്ടിയിട്ടേ ഇല്ല എന്നുള്ളതാണ്. പിന്നെ താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഓണറേറിയത്തിൻ്റെ മാനദണ്ഡങ്ങൾ അത് ഉപാധിരഹിത ഓണറേറിയമായിരിക്കണം എന്നുള്ളതിലെ 5 നിബന്ധനകൾ മാത്രമാണ് പിൻവലിച്ചത്. അവിടെയും ഒരു കുരുക്ക് ഇവർക്ക് ഇട്ടിട്ടുണ്ട്. അതായത് 1000 രൂപ ഇൻസെൻറ്റീവ് കിട്ടുന്നവർക്ക് മാത്രമേ 3000 രൂപ ഓണറേറിയത്തിലേക്ക് കടക്കൂ എന്നൊക്കെയുള്ള കുരുക്കുകൾ ഇട്ടിട്ടുണ്ട്. എന്തായാലും അതിൽ മാത്രമേ തീരുമാനമായിട്ടുള്ളൂ. മറ്റ് 3 കാര്യത്തിലും സംസാരിക്കാൻ പോലും കൂട്ടാക്കാത്തൊരു സാഹചര്യം തന്നെയാണ്. അല്ല ഞാൻ ചോദിക്കുന്നത്, എവിടെ ഈ നമ്മളെ ആശാവർക്കന്മാരിലെ നേതാവ് ഇപ്പോൾ ഇരിക്കാനല്ലോ, അവർ പറയിട്ട് എവിടെയെങ്കിലും ഓണററിയം അങ്ങനെ കുറച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു നോക്കണം. ഇപ്പോൾ ഇവരൊക്കെ ആ നിബന്ധന വെച്ച് നോക്കൂ. രോഗിനി പറയുമ്പോൾ 62 വയസ്സ് കഴിഞ്ഞാൽ പിരിഞ്ഞു പോകണം, അങ്ങനെ ഒരു നിബന്ധന ആ നിബന്ധന എടുത്ത് മാറ്റിയിട്ടുണ്ട്. അവർക്ക് എത്ര കാലമാണെങ്കിൽ അവർക്ക് ആരോഗ്യമുള്ള കാലം അത്രയും ആശാവർക്കറുമായിട്ട് ജോലി ചെയ്യാം. നിങ്ങളൊന്ന് മനസ്സിലാവും. പിന്നെ വേറൊരു കേസ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ 7,000 രൂപ തരുമ്പോഴത്തേക്ക് വേറെ മറ്റ് ജോലികൾ ചെയ്യാൻ പാടില്ല എന്ന് അതും എടുത്ത് മാറ്റിയിട്ടുണ്ട്. അവർക്ക് എന്ത് ജോലിയെങ്കിലും ഇതിൻ്റെ അത് ഇതുവരെ വന്നിട്ടില്ല. ഞങ്ങൾ അങ്ങനെ അത് മാറ്റിയിട്ടുണ്ട്. ഇല്ല നമുക്ക് മാറ്റിയാലും ജോലിക്ക് പോകാൻ സമയമില്ലല്ലോ. അതായിരിക്കും. അല്ല അത് പറയുമ്പോൾ 100% അതില്ലാതെ പറഞ്ഞ് 100% ശരിയായിരിക്കാം. പക്ഷേ തിങ്കളാഴ്ച ഒരു വർക്കുണ്ട്, ചൊവ്വാഴ്ച ഒരു വർക്കുണ്ട്, ബുധനാഴ്ച ഡ്യൂട്ടി ഉണ്ട്, വ്യാഴാഴ്ച വർക്കുണ്ട്, അല്ല വെള്ളിയാഴ്ച മാത്രം പ്രത്യേകിച്ച് വരില്ല. പക്ഷെ ശനിയാഴ്ച വീണ്ടും ആന്റിനേറ്റ് ഞങ്ങൾ ഈ ഇത്രയും വർക്ക് കിടക്കുമ്പോൾ ഞങ്ങൾ എങ്ങനെയാണ് വേറൊരു ജോലിക്ക് പോകുന്നത്? അല്ല അങ്ങനെ നേരത്തെ ഒരു നിബന്ധന ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു, അത് എടുത്ത് മാറ്റി എന്നാണ് ഞാൻ പറഞ്ഞത്. ഉണ്ടായിരുന്നു നേരത്തെ, നിങ്ങൾ അത് പറഞ്ഞ് അങ്ങനെ ഒരു നിബന്ധനയും കൂടി വച്ചിരുന്നു. അങ്ങനെയാണ് നമുക്ക് ഓണററി ഇത്രയും കൂട്ടി തന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അതും എടുത്ത് മാറ്റിയിട്ടുണ്ട്. അവരുടെ ധനസ്ഥിതി മെച്ചപ്പെടുത്താൻ അവർ ഇങ്ങനെ ഓവർ ടൈം ചെയ്ത് കാശുണ്ടാക്കട്ടെ എന്ന് അല്ലേ? അല്ല അങ്ങനെ അല്ല ആ രീതിയിലല്ലേ രോഗിനി, ആ രീതിയിലല്ലേ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആ രീതിയിൽ അല്ല സർക്കാർ അങ്ങനെ ഒരു നിബന്ധന വെച്ചില്ല. കിടപ്പ് രോഗികളെ ഉൾപ്പെടെ ഇവർ പരിചരിച്ച് അവർ ഇപ്പോൾ സാധാരണ നമ്മളോട് സംസാരിച്ച് ഒരുപാട് പേർ പറയാറുണ്ട് മലമൂത്ര വിസർജനം അടക്കമുള്ളത് ക്ലീൻ ചെയ്യുന്നത് ഇവരാണ്. അത്തരത്തിൽ ബുദ്ധിമുട്ടി എല്ലാ കാര്യങ്ങളും ഭംഗിയായി ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വീട്ടിലെത്തി കുടുംബത്തോട് ഇരിക്കേണ്ട, മറ്റു ജോലിക്ക് പൊയ്ക്കൊള്ളൂ എന്നാണ്. ആ ഉദ്ദേശത്തോടെ അല്ലല്ലോ അങ്ങനെയല്ല ഉദ്ദേശത്തെ പറഞ്ഞത്. ഇവർ നേരത്തെ പറഞ്ഞതെന്ന് വെച്ചാൽ 7,000 രൂപ നമുക്ക് തരുമ്പം നമുക്കൊരു നിബന്ധന ഉണ്ടായിരുന്നു. ആ നിബന്ധന എടുത്ത് മാറ്റിയെന്നാണ് പറഞ്ഞത്, അല്ല ചെയ്യണം എന്നല്ല ഞാൻ പറഞ്ഞത്. അങ്ങനെ ആ നിബന്ധന നമ്മൾ മാറ്റിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. അല്ല ഈ സാധാരണ ആ സമരത്തിന്റെ ഒരു ആവശ്യം അംഗീകരിച്ചു, അതാണ് പറഞ്ഞത്. അപ്പൊ ഈ സർക്കാർ അംഗീകരിക്കാതെ പോയിട്ടില്ല. അതാണ് മാഡം പറഞ്ഞത്. അത് ഇൻസെന്റീവിലോട്ട് എടുത്തിട്ടിട്ടുണ്ട്. നമ്മൾ ഇൻസെന്റീവ് 3000 രൂപയുടെ ജോലി ചെയ്താലേ പകുതി ചെയ്താലേ നമുക്ക് ഓണററിയം കിട്ടുള്ളൂ. അവിടെയും കുറയാണ്. അവിടെ ഇൻസെന്റീവിന്റെ വർക്ക് എവിടെയെങ്കിലും ആർക്കെങ്കിലും കുറഞ്ഞായിട്ട് ആർക്കും കുറഞ്ഞിട്ടില്ല. 7,000 രൂപയില് ഒരു ജോലി പോലും ചെയ്യാതെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതിപ്പോ ഞാൻ എത്ര രൂപ കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ പറയണില്ല. എനിക്ക് 1ഉം 2ഉം കുറഞ്ഞ മാസങ്ങൾ എനിക്കുണ്ട്. നമ്മളെ ഇത് റിപ്പോർട്ട് എടുത്ത് നോക്കുമ്പോൾ എനിക്കറിയാം. നമുക്ക് വരുന്ന PDF എടുത്ത് നോക്കുമ്പോൾ അറിയാം. നമ്മൾ ഈ 10 നിബന്ധനകളിൽ ഏതെങ്കിലും 1ഓ 2ഓ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് കട്ടാവുന്നുണ്ട്. അതില്ലാന്ന് പറയാൻ പറ്റില്ല. അത് ഈ ഡിസംബർ വരെയും ഈ ജനുവരി വരെയും അങ്ങനെ തന്നെയായിരുന്നു. ഇപ്പോൾ ഈ പുതിയ നിബന്ധന വന്നതിന് ശേഷമുള്ളത് നമ്മളിപ്പോൾ ജോലി ചെയ്യാൻ തുടങ്ങിയില്ല. ആ ഫെബ്രുവരി മുതൽ ഞങ്ങൾ ലീവിലാണ്. ഫെബ്രുവരി 9-ാം തീയതി വരെ മാത്രമേ ഞങ്ങൾ ജോലി ചെയ്തിട്ടുള്ളൂ. അതിനുശേഷം ഞങ്ങൾ സമരമായിട്ട് നിൽക്കുന്നതുകൊണ്ട് ആ നിബന്ധന വഴിയുള്ള ജോലി നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ല.